ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം RRB ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. അപ്പം എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെയും അപ്ലൈ ചെയ്യുക. നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഡിസംബർ 10 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ജെയുടെ പോസ്റ്റിനകത്ത് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പോസ്റ്റ് പ്രിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ പോസ്റ്റിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്, ഏത് പോസ്റ്റ് തിരഞ്ഞെടുക്കണം, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. അതായത് ഇപ്പോൾ ഷിഫ്റ്റ് ജോബ് ഉണ്ട്, അതേപോലെ എമർജൻസി ഡ്യൂട്ടീസ് ഉണ്ട്, അതേപോലെ ഓഫീസ് നേച്ചർ, അതായത് ഓഫീസ് ജോബ് നേച്ചറുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ 3 പോസ്റ്റുകളും നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം, നമ്മൾ ആ പോസ്റ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കാണുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇതൊക്കെ ഷിഫ്റ്റ് ജോബ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഷിഫ്റ്റ് വൈസ് ആയിരിക്കും ഡ്യൂട്ടീസ് വരിക. ഇപ്പോൾ ഹോളിഡേയ്സിലും ഒക്കെ നിങ്ങൾക്ക് ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് അതിന് ഓഫ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് ജോബ് ആയിരിക്കും ഇത്. അത് പ്രൊഡക്ഷൻ യൂണിറ്റ്, അതേപോലെ EMU ആൻഡ് TRS, വർക്ക്ഷോപ്പ്, ക്യാരേജ് ആൻഡ് വാഗൺ, അതേപോലെ പവർ, ഡീസൽ ഷെഡ്, ജനറൽ സർവീസ് തുടങ്ങിയ പോസ്റ്റുകളാണ് ഷിഫ്റ്റ് ജോബിൽ വരുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ എമർജൻസി ജോബ്, അതായത് നമ്മുടെ ഇവിടെ റെസ്പോൺസിബിലിറ്റി തന്നെ ഇവിടെ കൂടുതലായിരിക്കും. അപ്പം സിഗ്നൽസ്, അതേപോലെ പവർ, PVA ബ്രിഡ്ജ്, അതേപോലെ വർക്ക്സ്, TRD, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാക്ക് മെഷീൻ തുടങ്ങിയ പോസ്റ്റുകളാണ് എമർജൻസി ജോബിൽ വരുന്നത്. ഇവിടെ സാലറിയും കൂടുതലായിരിക്കും, അതേപോലെ അതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കൂടുതലായിരിക്കും. ഇപ്പോൾ സിഗ്നൽസിലൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പാണ് എമർജൻസി കാറ്റഗറിയിൽ വരുന്നതാണ് ഇത്രയും പോസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഓഫീസ് ജോബ്, അതായത് ഓഫീസ് നേച്ചർ 9 to 5 വരുന്ന വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, R&D, DMS തുടങ്ങിയ പോസ്റ്റുകൾ. അപ്പോൾ ഇത് 9 to 5 ജോബ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഓഫുകളും ഉണ്ടായിരിക്കും, നാഷണൽ ഹോളിഡേയ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇവിടെ താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ ഈ 3 പോസ്റ്റുകളാണ് ഓഫീസ് ജോബിൽ വരുന്നത്. അപ്പം ഈ പോസ്റ്റുകൾ ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതായത് ഷിഫ്റ്റ് ജോബുകളുണ്ട്, അതേപോലെ എമർജൻസി ജോബ് ഉണ്ട്, അതേപോലെ ഓഫീസ് ജോബ് ഉണ്ട്. അപ്പം ഈ 3 കാറ്റഗറി വൈസ് ആയിരിക്കും ഈ പോസ്റ്റ് നമ്മൾ ഓരോന്ന് വരുന്നത്. അപ്പം നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് ജോബ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എമർജൻസി ഡ്യൂട്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സാലറി ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ജോബ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് ഒരു ഓഫീസ് ജോബ് പോസ്റ്റാണ് വേണ്ടത്, അതായത് 9 to 5 ജോബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ RRB ജെയ്ക്കായിട്ട് ഒരു പ്രീമിയം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത്. എല്ലാ ബ്രാഞ്ചിൻ്റെയും ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CBT 1ഉം CBT 2ഉം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.